പ്രകാശൻ ചുനങ്ങാടിൻ്റെ കുഞ്ഞുണ്ണിക്കാലം എന്ന കുഞ്ഞുണ്ണി മാഷയെക്കുറിച്ചുള്ള ഓർമ്മ പുസ്തകത്തിൽ നിന്നും 12-ാമത്തെ അധ്യായം മണ്ണാങ്കട്ടയും കരിയിലയും. അധ്യായം 12 മണ്ണാങ്കട്ടയും കരിയിലയും. ഒരു വർഷക്കാലം ജോലി തേടി അലഞ്ഞ ഹൈദരാബാദ് നഗരം. 3 വർഷം കൊട്ടും മേളവുമായി ജീവിച്ച നിസാമാബാദ് എന്ന ചെറുപട്ടണം. അവിടമൊക്കെ ഒരിക്കൽ കൂടിയൊന്ന് കാണണമെന്ന മോഹം കലശലാകുന്നു. ഒരുപാട് സുഹൃത്തുക്കളുണ്ട് നിസാമാബാദിൽ. അവരെയും കാണണം. കുറച്ചു ദിവസം ലീവെടുക്കാം. തെലങ്കാനയിലേക്കൊരു യാത്ര മനസ്സുകൊണ്ടുറപ്പിച്ചു. ആബിദിനും താല്പര്യമുണ്ട്. ഇഷ്ടമാണെങ്കിൽ കുഞ്ഞുണ്ണി മാഷയും കൂട്ടാം. വരുന്നോ മാഷേ ഹൈദരാബാദിലേക്ക്? മാഷിനെപ്പോഴേ സമ്മതം. ആദ്യം ഹൈദരാബാദ്, പിന്നീട് നിസാമാബാദ്. എങ്കിൽ അജന്ത എല്ലോറ ഗുഹകളും പോയി കണ്ടാലോ? മാഷിന് ഉത്സാഹമായി. ഞാൻ നിസാമാബാദിലെ അടുത്ത സുഹൃത്തായ ശിവരാമപിള്ളയെ വിളിച്ചു. ഹൈദരാബാദ് മാൻമാഡ് എക്സ്പ്രസ്സിൽ വൈകിട്ട് നിസാമാബാദിൽ നിന്ന് കയറാം. രാത്രി 10 മണിയോടെ ഔറംഗാബാദിലെത്തും. ഹോട്ടലിൽ മുറിയെടുക്കുക. ഔറംഗാബാദിൽ നിന്ന് സിർദി പോയി വരാം. സിർദിയിലാണ് സാക്ഷാൽ സായിബാബയുടെ സമാധി. ബസ്സുണ്ട് സിർദിയിലേക്ക്. 3 മണിക്കൂർ യാത്ര. കാലത്ത് 6 മണിക്ക് പുറപ്പെടാം. തിരിച്ച് ഔറംഗാബാദിലേക്ക് തന്നെ മടങ്ങാം. പിറ്റേന്ന് പുലർച്ചെ അജന്ത എല്ലോറയിലേക്ക് പുറപ്പെടാം. ടൂറിസ്റ്റ് ബസ്സുകൾ ഉണ്ട് ഔറംഗാബാദിൽ നിന്ന്. താമസിക്കുന്ന ഹോട്ടലിൽ ബുക്കിങ്ങിന് സൗകര്യമുണ്ടാവും. പോകുന്ന വഴിയിലാണ് അഹമ്മദ് നഗർ. അവിടെ സുൽത്താൻ മുഹമ്മദ് തുഗ്ലക് പണിയിച്ച ചാന്ദ് മഹൽ എന്ന കോട്ടയും അതിനകത്തെ കൊട്ടാരവും കാണാം. ഔറംഗസീബിൻ്റെ ഖബറിടവും അഹമ്മദ് നഗറിലാണ്. അജന്തയിലെ ഗുഹാചിത്രങ്ങളും എല്ലോറ ഗുഹകളിലെ ശില്പങ്ങളും കണ്ട് ഔറംഗാബാദിലേക്ക് തന്നെ മടങ്ങുക. രാവിലെ പൂനെക്ക് ബസ് കയറണം. 4 മണിക്കൂർ യാത്ര. പൂനെയിൽ നിന്ന് ലക്ഷറി ബസ്സുകൾ ഉണ്ടാവും മംഗലാപുരത്തേക്ക്. ശിവരാമപിള്ളയെ വിളിച്ചത് നന്നായി. പിള്ള തന്ന വിശദമായ റൂട്ട് മാപ്പ് ഡയറിയിൽ കുറിച്ചിട്ടു. ഔറംഗാബാദിൽ നിന്ന് ഹൈദരാബാദിലേക്ക് മടങ്ങേണ്ട ആവശ്യം വരുന്നില്ല. ഒരുപാട് സമയവും ശ്രമവും ലാഭിക്കാം. തത്സമയം വെച്ച് ആബിദ് പിന്മാറി. അയാൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ചില തിരക്കുകളുണ്ട് വീട്ടിൽ. മാഷാണെങ്കിൽ ത്രില്ലടിച്ച് നിൽപ്പാണ്. യാത്ര മാറ്റിവെക്കേണ്ട. ഞാനും കുഞ്ഞുണ്ണി മാഷും ഹൈദരാബാദിലേക്കൊരു യാത്ര പോകുന്നു എന്ന് വീട്ടിലറിയിച്ചു. അനിയത്തി കളിയാക്കി. ഏട്ടാ, മണ്ണാങ്കട്ടയും കരിയിലയും കൂടി കാശിക്ക് പോയ പോലെ ആവരുതേ. നീ പോടി, ശകുനം മുടക്കി. മണ്ണാങ്കട്ടയും കരിയിലയും പണ്ട് കാശിക്ക് പോയ കഥയാണ് അവൾ ഓർമ്മിപ്പിക്കുന്നത്. പണ്ട് മണ്ണാങ്കട്ടയും കരിയിലയും കൂടി കാശിക്ക് പുറപ്പെട്ടു. പോകണ്ട എന്ന് അറിവുള്ളവർ ഉപദേശിച്ചു. മണ്ണാങ്കട്ടയും കരിയിലയും ആര് പറഞ്ഞതും കേട്ടില്ല. പോകുന്ന വഴിക്കൊരു കൊടുങ്കാറ്റ് വന്നു. മണ്ണാങ്കട്ട കരിയിലയുടെ പുറത്ത് കയറിയിരുന്നു. അല്ലെങ്കിൽ കരിയില പറന്നു പോകുമായിരുന്നു. പിന്നീടുണ്ടായതോ തുള്ളിക്കൊരു കുടമെന്ന മഴ. കരിയില മണ്ണാങ്കട്ടയ്ക്ക് കുടയായി നിന്നു. അവർ യാത്ര തുടർന്നു. അപ്പോൾ കാറ്റും മഴയും ഒന്നിച്ചു വന്നു. കരിയില പറന്നും പോയി. മണ്ണാങ്കട്ട അലിഞ്ഞും പോയി. പെൻസിൽ പോലെ മെലിഞ്ഞു നീണ്ട ഞാനും തടിച്ചു കുറിയവനായ കുഞ്ഞുണ്ണി മാഷും. അനിയത്തി പറഞ്ഞതിലും കാര്യമുണ്ട്. അവൾ പറഞ്ഞ ഫലിതം ഞാൻ മാഷോട് പറഞ്ഞു. മാഷ് കുലുങ്ങിച്ചിരിച്ചു. മിടുക്കിയാണല്ലോ തൻ്റെ അനിയത്തി. കാത്തിരുന്ന ദിവസം വന്നു. തോളിൽ ഓരോ തുണിസഞ്ചി, അത്യാവശ്യം വേണ്ട തുണികൾ മാത്രം കരുതി വെച്ച ഓരോ എയർ ബാഗ്. ഇതാണ് ഞങ്ങളുടെ ലഗേജ്. ലഗേജിൻ്റെ കനവും വലിപ്പവും എത്ര കുറയുന്നുവോ യാത്രയുടെ സുഖം അത്രയും കൂടുമെന്നാണ് ശാസ്ത്രം. മരിച്ചു മുകളിലേക്ക് പോകുമ്പോഴും പാപപുണ്യങ്ങളുടെ ഫലം കുറച്ചേ കൊണ്ടുപോകാവൂ. അതിനാലാണ് വൈരാഗ്യം ശീലിക്കണമെന്ന് മഹാമുനിമാർ പറഞ്ഞു വച്ചിരിക്കുന്നത്. ചേമ്പിലയിൽ വീണ വെള്ളം പോലെ പുണ്യകർമ്മങ്ങളുടെ ഫലം പോലും നമ്മളെ ബാധിക്കരുത്. ചേമ്പിലയിൽ വീണ വെള്ളം പോലെ എന്ന് നടേ ഞാൻ മാഷെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. പറയാൻ മാത്രമില്ലാത്ത പ്രാരാബ്ധവുമായി നിശ്ചയിച്ച ദിവസം ഞങ്ങൾ കോഴിക്കോട്ട് നിന്ന് മദ്രാസ് മെയിലിൽ കയറി. കാലത്ത് 8 മണിക്ക് മദ്രാസ് സെൻട്രലിൽ വണ്ടി ഇറങ്ങി. അന്ന് മദ്രാസിൽ തങ്ങാനാണ് പ്ലാൻ. മാഷിന് കവി M. ഗോവിന്ദനെ കാണണം. പഴയകാല സുഹൃത്താണ്. എൻ്റെ കൂടെ പഠിച്ച നെല്ലിക്കുറിശി ശ്രീകുമാരൻ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിൽ ഉയർന്നൊരു പൊസിഷനിലുണ്ട്. അവനെ എൻ്റെ വരവ് അറിയിച്ചിട്ടുണ്ട്. ശ്രീകുമാരൻ നല്ല കവിതകൾ എഴുതിയിരുന്നു കോളേജിൽ പഠിക്കുന്ന കാലത്ത്. ഇപ്പോഴവൻ കവിത എഴുതുന്നുണ്ടോ? ആനുകാലികങ്ങളിലൊന്നും ശ്രീകുമാരൻ്റെ കവിതകൾ കാണാറില്ല. ഉദ്യോഗത്തിൻ്റെ തിരക്കുകളിൽ സ്വപ്നം കാണാൻ എവിടെ നേരം? കുഞ്ഞുണ്ണി കയറിച്ചെന്നപ്പോൾ M. ഗോവിന്ദൻ്റെ സന്തോഷം കാണണം. മദ്രാസിലാണ് സ്ഥിരതാമസമെങ്കിലും കവിയെന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് മലയാള സാഹിത്യത്തിൽ അഗ്രസ്ഥാനമുണ്ട്. സർവാദരണീയൻ. ഗോവിന്ദന് മാഷേക്കാൾ പ്രായമുണ്ട്.
മഹാപ്രതിഭകളുടെ സംഗമം. അവരുടെ വർത്തമാനം ഇങ്ങനെ കേട്ടിരിക്കാനും വേണം ഒരു ഭാഗ്യം. ഗോവിന്ദൻ്റെ ശ്രീമതി ഡോക്ടറാണ്. ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിയിലാണെന്നാണ് പറഞ്ഞത്. വരുന്ന വരവ് അറിയിച്ചുകൊണ്ട് മാഷ് കാർഡ് അയച്ചിരുന്നു. അതിനാൽ നല്ലൊരു ഊണ് തരമായി. സന്ധ്യയോടെയാണ് ഞങ്ങൾ മടങ്ങിയത്. ശ്രീകുമാരന് ഫോൺ ചെയ്തിരുന്നു. അവൻ രാത്രി ഹോട്ടലിൽ വന്നു. അധ്യായം 13. ഇരട്ട നഗരത്തിൽ. പിറ്റേന്ന് 11 മണിക്കാണ് ഹൈദരാബാദ് എക്സ്പ്രസ് പുറപ്പെടുന്നത്. സ്റ്റേഷനിലെത്തിയപ്പോഴാണ് അറിയുന്നത് റിസർവേഷൻ ശരിയായിട്ടില്ല. ഞാൻ കൃത്യമായി ബുക്ക് ചെയ്തതാണ്. എവിടെയാണ് പിഴവ് സംഭവിച്ചത്? ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ തിക്കിയും തിരക്കിയും യാത്ര ചെയ്യാനാണ് വിധി നിശ്ചയം. ഇന്നുച്ചയ്ക്ക് സെൻട്രൽ സ്റ്റേഷൻ വിടുന്ന വണ്ടി സെക്കന്ദരാബാദിലെത്തുന്നത് നാളെ രാവിലെ 10 മണിക്കാണ്. മാഷിൻ്റെ വലിയമ്മയുടെ മകൻ സ്റ്റേഷനിൽ കാത്തു നിൽക്കുന്നുണ്ടാവും. പണ്ടേ ഹൈദരാബാദിലേക്ക് വണ്ടി കയറിയതാണ് മാഷിൻ്റെ ഗോപിച്ചേട്ടൻ. ഹൈദരാബാദ്, സെക്കന്ദരാബാദ് ഇരട്ട നഗരങ്ങളാണ്, എറണാകുളവും കൊച്ചിയും പോലെ. ഗോപിച്ചേട്ടൻ ഭാര്യയും മക്കളുമായി ആന്ധ്രക്കാരനായി കഴിയുന്നു. റിട്ടയർ പ്രായം എന്നോ കഴിഞ്ഞു പോയിട്ടും ഒരു സ്വകാര്യ കോളേജിൽ അധ്യാപകനായി തുടരുകയാണ്. കുട്ടൻ വണ്ടിയിറങ്ങി വന്നപ്പോൾ ഗോപിച്ചേട്ടൻ അത്യാഹ്ലാദത്തോടെ സ്വീകരിച്ചു. വലപ്പാട്ടെ കുടുംബക്കാർക്ക് കുഞ്ഞുണ്ണി കുട്ടനും കുട്ടേട്ടനും കുട്ടമ്മാമയുമാണ്. ഏട്ടത്തിയമ്മയ്ക്കും മക്കൾക്കും അതിലേറെ സന്തോഷം. കുട്ടമ്മാമയുടെ വരവ് അവർ ആഘോഷമാക്കി. അന്നവിടെ താമസിച്ചു. സൗകര്യം തീരെ കുറവ്. ഞങ്ങളവിടെ തുടരുന്നത് അവർക്ക് ബുദ്ധിമുട്ടാവും. അങ്ങനെ ഭാവിച്ചില്ലെങ്കിലും. എൻ്റെ വലിയമ്മയുടെ മകനുണ്ട് ഹൈദരാബാദിൽ, ഉണ്ണിയേട്ടൻ. രാജ്ഭവനിലെ ജീവനക്കാരനാണ്. ചെറുതെങ്കിലും സൗകര്യമുള്ള ക്വാർട്ടേഴ്സ് ഉണ്ട്. ഒറ്റത്തടി. കല്യാണത്തെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. മനസ്സോടെ അല്ലെങ്കിലും ഗോപിച്ചേട്ടനും കുടുംബവും ഞങ്ങൾക്ക് വിട തന്നു. ബസ്സിൽ ഹൈദരാബാദിലേക്ക്. ഉണ്ണിയേട്ടൻ ലീവ് എടുത്തു. ചെറുപ്പത്തിൽ കവിതയുടെ അസ്കിതയുണ്ടായിരുന്നു ഏട്ടന്. മറുനാട്ടിലാണെങ്കിലും കുഞ്ഞുണ്ണി കവിതകൾ കണ്ടും കേട്ടും പരിചയമുണ്ട്. ഉല്ലാസവാനായ ഉണ്ണിയേട്ടൻ്റെ കമ്പനി മാഷിനും ഇഷ്ടമായി. 2 ദിവസം കൊണ്ട് ചാർമിനാറും സാലർജംഗ് മ്യൂസിയവും സഫാരി പാർക്കും ബിർള ടെമ്പിളും ഗോൽക്കൊണ്ട ഫോർട്ടും കണ്ടു. മുമ്പ് ഞാൻ താമസിച്ചിരുന്ന ഗൈരത്താബാദിലെ തുമ്മല ബസ്റ്റിയിലും പോയി. മാഷും കൂടെ വന്നു. നല്ലവരായ പഴയ അയൽക്കാരെ കണ്ട് ഓർമ്മകൾ പുതുക്കി. ഒരു ടിപ്പിക്കൽ ഹൈദരാബാദ് ബസ്റ്റിയാണ് തുമ്മല ബസ്റ്റി. ഇടത്തരക്കാരും വരുമാനം കുറഞ്ഞവരും ഇടകലർന്നു കഴിയുന്ന തെരുവ്. അമ്മാവൻ സ്ഥലം മാറ്റം വാങ്ങി നാട്ടിലേക്ക് മടങ്ങിയിരുന്നു. പിറ്റേന്ന് എൻ്റെ സ്ഥിരം താവളമായിരുന്ന കേരള സമാജത്തിലൊന്ന് കയറി. കുഞ്ഞുണ്ണി മാഷെ കണ്ടപ്പോൾ സെക്രട്ടറി രാമകൃഷ്ണൻ ചേട്ടന് അതിശയം. ഒരു യോഗം വിളിച്ചുകൂട്ടി മാഷെ കൊണ്ട് സംസാരിപ്പിക്കണമെന്ന വലിയ ആഗ്രഹം. സമയമില്ല. ഞങ്ങൾക്ക് നാളെ കാലത്ത് നിസാമാബാദിലേക്ക് പുറപ്പെടണം. 4 പക്കം അതിരാവിലെ ബസ്സിൽ നിസാമാബാദിലേക്ക്. 100 കിലോമീറ്റർ യാത്രയുണ്ട്. അധ്യായം 14. നിസാമാബാദ്. ശിവരാമൻ പിള്ള ബസ് സ്റ്റാൻഡിൽ കാത്തു നിന്നിരുന്നു. ഞങ്ങൾ 4-5 മലയാളികൾ ഒന്നിച്ചൊരു വീട്ടിലായിരുന്നു താമസം. സുദർശൻ ചിറ്റ്സിലെ സ്റ്റാഫാണ് പിള്ള. എൻ്റെ കൂടെ താമസിക്കാം, പിള്ള പറഞ്ഞു. അത് വേണ്ട, ഹോട്ടലിൽ മുറിയെടുക്കാമെന്ന് ഞാനും. അതായിരിക്കും മാഷിന് സൗകര്യം. പഴയ സുഹൃത്തുക്കൾ അന്വേഷിച്ചു വന്നു. കുഞ്ഞുണ്ണി മാഷെ നേരിട്ട് ഇത്രയടുത്ത് കാണാൻ പറ്റിയ ഉത്സാഹത്തിലായിരുന്നു അവർ. കൊച്ചു വർത്തമാനം പറഞ്ഞുകൊണ്ട് മാഷും അവരോടൊപ്പം കൂടി. ഏതു കൂട്ടത്തിലും ഇണങ്ങിച്ചേരാൻ അതിശയകരമായ മിടുക്കുണ്ട് മാഷിന്. ഇവൻ എങ്ങനെയാണ് കുഞ്ഞുണ്ണി മാഷിനോട് ഇത്ര അടുപ്പമുണ്ടായതെന്ന് അത്ഭുതപ്പെടുകയായിരുന്നു എൻ്റെ ചങ്ങാതികൾ. ഞാൻ കവിതയും കഥയും എഴുതാറുണ്ടെന്നൊന്നും അവർക്കറിയില്ല. പിറ്റേന്ന് രാവിലെ ഞാനും മാഷും വാറങ്കലിലേക്ക് ബസ് കയറി. കഷ്ടി 1 മണിക്കൂറിൻ്റെ യാത്ര. 12-ാം നൂറ്റാണ്ട് മുതൽ 2 ശതാബ്ദങ്ങളോളം നാടുവാണിരുന്ന കാകാതീയ രാജവംശത്തിൻ്റെ ആസ്ഥാനമാണ് വാറങ്കൽ. തടാകക്കരയിലുള്ള അവിടുത്തെ ഭദ്രകാളി ക്ഷേത്രവും 1000 കൽമണ്ഡപവും വാറങ്കൽ കോട്ടയും കാണാൻ ടൂറിസ്റ്റുകൾ ധാരാളം വന്നുകൊണ്ടിരുന്നു. എനിക്കൊരു പിശകു പറ്റിയിരുന്നു. ഏപ്രിൽ, മെയ്, ജൂൺ മാസക്കാലത്ത് കഠിനമായ ചൂടാണ് തെലുങ്കാനയിൽ. എത്ര വെയിൽ കൊണ്ടാലും ഒരൽപ്പം വിയർക്കില്ല. വരണ്ട ചൂട്. പകൽ പുറത്തിറങ്ങാതെ കക്കരിക്കയും വെള്ളരിക്കയും കടിച്ചു തിന്ന് ധാരാളം പച്ചവെള്ളം കുടിച്ച് വീട്ടിനകത്തു തന്നെ ഇരിക്കും തെലുങ്കാനക്കാർ. അത്യാവശ്യത്തിനെ പുറത്തിറങ്ങൂ. ഉച്ചനേരത്ത് സൂര്യാഘാതം പതിവാണ് തെലുങ്കാനയിൽ. ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഇക്കാര്യമൊന്നും ഓർമ്മ വന്നില്ല. ഏപ്രിൽ മാസമാണ് യാത്രയ്ക്ക് തിരഞ്ഞെടുത്തത്. സത്യം പറയുകയാണെങ്കിൽ സെക്കന്ദരാബാദിൽ വണ്ടി ഇറങ്ങി സ്റ്റേഷന് പുറത്ത് കടന്നപ്പോഴാണ് വേനൽക്കാലം തുടങ്ങിയല്ലോ എന്ന ബോധം വന്നത്. ഏപ്രിൽ ആദ്യ ദിവസങ്ങളായതിനാൽ ചൂടായി വരുന്നേയുള്ളൂ. മെയ്, ജൂൺ മാസങ്ങളിലാണ് വേനലിൻ്റെ കാഠിന്യം.
മാഷെ വെയിലത്ത് നടത്താതിരിക്കാൻ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചു. എന്നിട്ടും വാറങ്കലിൽ മാഷ കുറച്ചധികം വെയിൽ കൊണ്ടു. മാഷ പരവശനായി. വെള്ളം കുറേ കുടിച്ചു. അപ്പോൾ മാഷിനൊരു ഐഡിയ. ചെറിയ ഉള്ളി കുനുക്കനെ അരിഞ്ഞ് വെള്ളത്തിൽ കലക്കി കുടിച്ചാൽ ക്ഷീണത്തിനും ഉഷ്ണത്തിനും ശമനം കിട്ടും. ഇവിടെ ചെറിയ ഉള്ളി കിട്ടില്ല മാഷേ. ചെറിയുള്ളി കിട്ടില്ലേ? മാഷിന് വിശ്വാസമായില്ല. ഇല്ല മാഷേ, ഇവിടെ സവാള മാത്രമേ കിട്ടൂ. തമിഴിൻ്റെ സ്വന്തമാണ് അവർ വെങ്കായം എന്ന് വിളിക്കുന്ന ചെറിയുള്ളി. വെങ്കായം മലയാളിക്കും പ്രിയപ്പെട്ടതാണ്. തമിഴൻ പഠിപ്പിച്ചതാണ് മലയാളത്തുകാരനെ വെങ്കായ സാമ്പാർ ഉണ്ടാക്കാൻ. അതുപോലെ അച്ചു ശർക്കര. തെലുങ്കാനയിൽ ഉണ്ട ശർക്കരയെ കിട്ടൂ. തിരിച്ചു വന്ന് പരിപൂർണ വിശ്രമം. നാളെ വൈകിട്ട് 6 മണിക്കാണ് മൻമാഡിലേക്കുള്ള ട്രെയിൻ സ്റ്റേഷനിലെത്തുന്നത്. മൻമാഡ് മഹാരാഷ്ട്ര സ്റ്റേറ്റാണ്. 4 മണിക്ക് ഞാനും മാഷും ഭാണ്ഡം മുറുക്കി. ഹോട്ടൽ ബില്ല് കൊടുത്തു. അപ്പോഴേക്കും ശിവരാമപിള്ളയും വന്നു. യാത്രകൾക്ക് പുറപ്പെടാൻ നേരം സ്വതേ പരിഭ്രമിക്കുന്ന സ്വഭാവമുണ്ട് മാഷിന്. 4 മണിക്ക് മാഷ് പരിഭ്രമം തുടങ്ങിയിരുന്നു. സ്റ്റേഷൻ്റെ വളരെ അടുത്താണെങ്കിലും സമയത്തിന് സ്റ്റേഷനിലെത്താൻ എന്തെങ്കിലും തടസ്സമുണ്ടായാലോ? വണ്ടി പറഞ്ഞ സമയത്തിന് മുമ്പ് വന്നാലോ? വണ്ടിയിൽ കയറാൻ പറ്റിയില്ലെങ്കിലോ? മാഷ് പേടിക്കണ്ട, നിങ്ങളെ ട്രെയിൻ കയറ്റിവിടുന്ന കാര്യം ഞാൻ ഏറ്റു. നമ്പൂരിയാണല്ലോ അച്ഛൻ. അപ്പോൾ ഈ പരിഭ്രമവും പൈതൃകമായി കിട്ടിയതാവണം. വണ്ടി വരാറായോ രാമ? എന്തേ തിരുമേനി? പരിഭ്രമിക്കാറായോന്നറിയാനാ. അതായിരുന്നു മാഷിൻ്റെ പൂർവ്വ പിതാമഹൻ്റെ അവസ്ഥ. എല്ലാം മംഗളമായി കലാശിച്ചു. ഞങ്ങൾ സമയത്തിന് മുമ്പേ സ്റ്റേഷനിലെത്തി. കൃത്യസമയത്ത് വണ്ടി വന്നു. ഞങ്ങൾ വണ്ടിയിൽ കയറുകയും വണ്ടി സമയത്ത് തന്നെ സ്റ്റേഷൻ വിടുകയും ചെയ്തു. പ്രകാശൻ ചുനങ്ങാടിൻ്റെ കുഞ്ഞുണ്ണിക്കാലം എന്ന പുസ്തകത്തിലെ 14-ാമത്തെ അധ്യായം നിസാമാബാദ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി.